പ്രിയമുള്ളവരെ, രാജ്യം 75ാമത് റിപ്പബ്ലിക് ദിനം ആചരിക്കുകയാണ്. ഭരണഘടനാ മൂല്യങ്ങളുടെ സംരക്ഷണം ഏറ്റവും പ്രസക്തമായ ഒരു കാലയളവിൽ ചേരുന്ന ഈ റിപ്പബ്ലിക് ദിനത്തിൻ്റെ ആഘോഷം മുപ്പത്തടം സർവീസ് ബാങ്ക്. ഈ ലളിതമായ ചടങ്ങിൻ്റെ അധ്യക്ഷനായി ബാങ്കിൻ്റെ വൈസ് പ്രസിഡന്റ് CG വേണുഗോപാലിനെ ഞാൻ ഏറ്റവും ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ഈ അഭിമാനകരമായ ചടങ്ങിന് സ്വാഗതം ആശംസിക്കുന്നത് നമ്മുടെ ഡയറക്ടർ ബോർഡ് അംഗം വിദ്യാഭ്യാസ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, നമ്മുടെ ബാങ്കിൻ്റെ പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റ് ശ്രീ CG വേണുഗോപാൽ, നമ്മുടെ ഈ പതാക ഉയർത്തുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട നമ്മുടെ ബാങ്കിൻ്റെ പ്രസിഡന്റ് ശ്രീ VM ശശി, സെക്രട്ടറി PH സാബു, ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ, ഇവിടെ കൂടിയിരിക്കുന്ന സഹകാരികൾ, ജീവനക്കാർ, അതുപോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റലിലെ ജീവനക്കാർ, സുഹൃത്തുക്കളെ, 76ലേക്ക് നമ്മൾ കിടക്കുകയാണ്. സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ ഭരണഘടനയെ സംബന്ധിച്ചിപ്പോൾ പല സ്ഥലങ്ങളിലും അതിൻ്റെ മൂല്യങ്ങളെ സംബന്ധിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയുള്ള സംവാദങ്ങളും പരിപാടികളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വളരെയേറെ സംഘർഷം നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ ഇന്ത്യ രാജ്യം നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം റിപ്പബ്ലിക് ദിനത്തിനൊക്കെ വളരെയേറെ പ്രാധാന്യമുണ്ട്. ഈ ലളിതമായ ചടങ്ങിൽ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും വിശദീകരിക്കാൻ ഞാൻ തയ്യാറാകുന്നില്ല. എൻ്റെ കടമയിലേക്ക് കിടക്കുകയാണ്. ഈ യോഗത്തിൻ്റെ ഈ ചെറിയ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്ന നമ്മുടെ ബാങ്കിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ CG വേണുഗോപാലിനെ ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്തു. അതോടൊപ്പം തന്നെ പതാക ഉയർത്തുന്നതിന് വേണ്ടി നമുക്കറിയാം, നമ്മുടെ ബാങ്കിൻ്റെ പ്രസിഡന്റ് വളരെ തിരക്കുള്ള മനുഷ്യനാണ്. ഇന്ന് ജില്ലാ സമ്മേളനം നടക്കുകയാണ്. എങ്കിൽ പോലും നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത് പതാക ഉയർത്തുന്നതിന് വേണ്ടി അദ്ദേഹം ഇവിടെ വളരെ തിരക്കുണ്ടെങ്കിൽ പോലും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അദ്ദേഹത്തിനെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ സെക്രട്ടറി, ബാങ്കിൻ്റെ എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ബാങ്കിൻ്റെ സെക്രട്ടറിക്കും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അതോടൊപ്പം ഇവിടെ ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ബാങ്കിൻ്റെ സ്റ്റാഫുണ്ട്, അതുപോലെ ഹോസ്പിറ്റലിൻ്റെ സ്റ്റാഫുണ്ട്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും, സഹകാരികൾക്കും ഉൾപ്പെടെ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കും. പ്രിയ ദേശാഭിമാനികളെ, ബാങ്കിൻ്റെ ജീവനക്കാരെ, സഹകാരികൾ, നമ്മുടെ ഈ 75ാമത് റിപ്പബ്ലിക് ദിനം പിന്നിട്ട് 76ാം റിപ്പബ്ലിക് ദിനത്തിൽ നമ്മൾ കടക്കുമ്പോൾ ഈ മഹനീയ ചടങ്ങ് ഉദ്ഘാടനം പതാക ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ ബാങ്കിൻ്റെ ബഹുമാന്യായ പ്രസിഡന്റ് ശ്രീ VM ശശി, ബാങ്കിൻ്റെ സെക്രട്ടറി ശ്രീ PH സാബു, കൂടംഗങ്ങളായ KJ സെബാസ്റ്റ്യൻ, ഇബ്രാഹിം, കുമാരൻ, ദീപ, സിനി, ജീവനക്കാർ, നമ്മൾ 76ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യം ലോകത്തിൻ്റെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ജനാധിപത്യ പ്രക്രിയയാണ്. ആ സ്വാതന്ത്ര്യം നേടിയ 47 ഓഗസ്റ്റ് 15 ശേഷം പിന്നിട്ട 3 വർഷക്കാലത്തിന് ശേഷമാണ് നമ്മുടെ റിപ്പബ്ലിക്കായി, സ്വയം ഭരണഘടനാ റിപ്പബ്ലിക്കായി നാം പ്രഖ്യാപിക്കപ്പെട്ടതായിട്ട് കാര്യമാണ്. ആ റിപ്പബ്ലിക്കിന് കീഴിൽ 75 വർഷം നാം പിന്നിട്ടപ്പോൾ അത് വിഭാവനം ചെയ്ത മഹാരഥന്മാർ നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ ഒരേപോലെ കാണുകയും രാജ്യത്തിൻ്റെ സമ്പത്ത് ഓരോരുവരും ഒരേപോലെ വിഭജിച്ചുകൊണ്ടും രാജ്യത്തിൻ്റെ വികസനത്തിനും ജനങ്ങളുടെ വികസനത്തിനും വേണ്ടി ആണ് ഈ ഭരണഘടന രൂപീകരിക്കപ്പെട്ടത്. എന്നാൽ നിർഭാഗ്യവശാൽ കുറച്ച് കാലങ്ങളായി ഈ ഭരണഘടനയ്ക്ക് വെല്ലുവിളികൾ നേരിടുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. ഈ ഭരണഘടന നമ്മളെ എല്ലാവരെയും തുല്യരായി മതേതരത്തിൻ്റെയും സോഷ്യലിസത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും പങ്ക് എല്ലാവർക്കും ഒരുപോലെ പങ്കുവയ്ക്കുമ്പോൾ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമ്മളെയൊക്കെ വിഭജിച്ചുകൊണ്ട് അവഗണിച്ചുകൊണ്ടൊക്കെ ആണ് നമ്മുടെ ഭരണഘടന കൈകാര്യം ചെയ്യുന്ന നമ്മുടെ ഭരണകർത്താക്കൾ പോകുന്ന ഈ സാഹചര്യം. ആ വെല്ലുവിളികളെ നേരിടേണ്ട ബാധ്യത ലക്ഷോപലക്ഷം ഭാരതീയരെ ജീവൻ കൊടുത്ത് നേടിയെടുത്ത ഈ സ്വാതന്ത്ര്യവും അതിനെ വിഭാവനം ചെയ്ത ഈ ഭരണഘടനയും സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ ദേശാഭിമാനികൾക്കും
റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾ ആശംസകൾ നേർന്നുകൊണ്ട് ഈ അഭിമാനകരമായ ചടങ്ങിൻ്റെ പതാക ഉയർത്തി സംസാരിക്കുന്നതിനും ഉദ്ഘാടനം ചെയ്യുന്നതിനായി ബാങ്കിൻ്റെ ബഹുമാന്യനായ പ്രസിഡന്റ് ശ്രീ VM ശശിയെ ക്ഷണിക്കുകയാണ്. ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, ബാങ്കിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ പി വേണു, ഗൗരവം പറഞ്ഞാൽ ബാങ്കിൻ്റെ സെക്രട്ടറി നമ്മൾ ഏറ്റവും സന്തോഷകരമായ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇവിടെ നമ്മുടെ ഹെഡ് ഓഫീസിന് മുമ്പിൽ റിപ്പബ്ലിക് ദിന പതാക ഉയർത്തുന്നത്. നമ്മുടെ പോലീസ് എന്ന ബാങ്കിൻ്റെ വളർച്ചയുടെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിൽ ഇനിയും നമുക്ക് കുറേയേറെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിനുള്ള പരിശ്രമത്തിലാണ് നമ്മളിപ്പോൾ നടത്തിയിട്ടുള്ളത്. നമ്മുടെ നാടും സഹകാരികളും നമ്മുടെ ജീവനക്കാരും എല്ലാവരും ആഗ്രഹിച്ചിരുന്ന ബാങ്കിൻ്റെ ഹെഡ് ഓഫീസ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ മാസം 14-ാം തീയതിയാണ് ബഹുമാനപ്പെട്ട നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയും നമ്മൾ ആഗ്രഹിക്കുകയാണ്. രാജ്യത്തിൻ്റെ വളർച്ച ആഗ്രഹിക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യം ഇപ്പോഴും വലിയ ആശങ്കയിൽ ഇല്ല. അതിനകത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ 1947 ആഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. 1950 ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആകുന്നത്. ഒരു മതേതര ജനാധിപത്യ പരമാധികാര രാജ്യമായി ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് നമ്മുടെ രാജ്യം മാറി എന്ന് നമ്മൾ പറയുന്നത് ഭരണഘടന പറയുന്ന നിലയിലേക്ക് നമുക്ക് മാറാൻ വേണ്ടിയിട്ട് ഇതിനിടയ്ക്കെല്ലാം ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് തന്നെ ദിനത്തെ സംബന്ധിച്ച് തന്നെ വലിയ വിവാദങ്ങൾ ഉണ്ടാകുന്ന ഒരു സന്ദർഭമാണ്. 1947 ആഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യം നേടി എന്ന് പറയുമ്പോൾ തന്നെ 1947 ആഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയത് 2024 ശ്രീരാമക്ഷേത്രം തുറന്നതോടുകൂടിയാണ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടി എന്നുള്ള വിവാദത്തിലേക്കെല്ലാം നമ്മുടെ രാജ്യത്തെ എത്തിക്കുക. അതിനുവേണ്ടിയൊരു ശ്രമമാണ് നടത്തുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഇന്ത്യൻ ഭരണഘടനയുമെല്ലാം ഒളിച്ചെഴുതാനുള്ള വലിയ ശ്രമം നടത്തുന്ന സന്ദർഭത്തിൽ നമ്മൾ റിപ്പബ്ലിക് ദിനം വലിയ സന്തോഷപൂർവ്വം ആയിരിക്കുമ്പോഴും ഭാവിയെ സംബന്ധിച്ച് വലിയ ആശങ്ക. ലോകത്താകമാനം ഇപ്പോൾ മുതലാളിത്തവും ഫാസിസ്റ്റ് ശക്തികളും കൈകോർത്ത് പിടിച്ചുകൊണ്ടാണ് ലോകത്തെ നയിക്കുന്നത്. നേരത്തെ എല്ലാം ജനങ്ങൾ ആശ്വാസം കണ്ടിരുന്ന പല രാജ്യങ്ങളിലും ഇപ്പോൾ കോർപ്പറേറ്റുകൾ വൻകിട മുതലാളിമാരും ഫാസിസ്റ്റ് ശക്തികളും കൈകോർത്ത് പിടിച്ചുകൊണ്ട് ആ രാജ്യത്തെ ജനങ്ങളെ അമർച്ചയോടിയിരിക്കുന്നതാണ് നമ്മളിപ്പോൾ ഓരോ ദിവസവും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ ഇടയിൽ വലിയ ആശങ്ക ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ അമേരിക്കനകത്ത് നിന്ന് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി വന്നതോടുകൂടി കുടിയേറ്റക്കാർ എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യൻ ജനതയടക്കമുള്ള ഇന്ത്യക്കാരടക്കമുള്ള ആളുകളെ അവിടെ ഒന്ന് നാട് കടത്തുകയാണ്. വിദേശത്തേക്കെല്ലാം നമ്മുടെ ചെറുപ്പക്കാർ പോകുമ്പോൾ വലിയ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ രക്ഷകർത്താക്കളും നാട്ടുകാരും എല്ലാം കൂടി അവർ യാത്രയാക്കുന്നത്. അവരുടെ ഭാവി സുരക്ഷിതമായി എന്നാണ് നമ്മൾ കണക്കാക്കിയിരുന്നത്. എന്നാൽ ഇന്നിപ്പോൾ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ ചെന്ന് വിവിധ തരം ഉദ്യോഗങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള നമ്മുടെ രാജ്യത്തെ ജനവിഭാഗങ്ങളടക്കം അവിടെ ഒന്ന് കുടിയേറ്റക്കാർ എന്നുള്ള നിലയ്ക്ക് പുതിയ പ്രസിഡന്റ് വന്നതോടുകൂടി അവർ അവിടെ ഒന്ന് ആട്ടിപ്പയറ്റാനുള്ള ശ്രമം നടത്തുന്നതെല്ലാം ഈ റിപ്പബ്ലിക് ദിനത്തിൽ നമുക്ക് ആശങ്ക ഉണ്ടാക്കുന്ന ഒന്നാണ്.
എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ സംസ്ഥാനം കേരളം ഏറെ മുന്നോട്ട് ഇപ്പോൾ പോയി കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് രാജ്യത്ത് ഏറ്റവും മുൻപന്തിയിലുള്ള സംസ്ഥാനമായി കേരളത്തെ മാറ്റിയെടുക്കാൻ കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമായി നമുക്ക് കഴിയും. നമ്മുടെ സംസ്ഥാനം വലിയ പുരോഗതി നേടി. നമ്മുടെ പശ്ചാത്തല മേഖലയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളും പട്ടിണിയില്ലാത്തൊരു സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞതുമെല്ലാം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പുരോഗതിയുടെ ഭാഗമായിട്ടാണ്. എന്നാൽ കേന്ദ്ര ഗവൺമെൻറ് കൂടി നമ്മോട് സഹകരിച്ചിരുന്നെങ്കിൽ, നമ്മളെ സഹായിച്ചിരുന്നെങ്കിൽ നമുക്ക് ഒട്ടേറെ മുന്നോട്ട് പോകാൻ ഇനിയും കഴിയുമായിരുന്നു. ഇത്തരൊരു പശ്ചാത്തലത്തിലാണ് നമ്മളിപ്പോൾ 75ാമത് റിപ്പബ്ലിക് ദിനം രാജ്യത്തെമ്പാടും നമ്മൾ ആചരിക്കുന്നത്. നമ്മുടെ ഉപകരണ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കും അതിനകത്ത് ജീവനക്കാരും സഹകാരികളും മറ്റ് അനുബന്ധ ജീവനക്കാരുമെല്ലാം ചേർന്നുകൊണ്ട് നമുക്ക് ഈ പതാക നിങ്ങളെല്ലാം അനുവാദത്തോടുകൂടി ഇവിടെ ഉയർത്താം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പതാക ഉയർത്തുകയാണ്. ആശംസ അർപ്പിച്ചുകൊണ്ടാണ് ബാങ്കിൻ്റെ പ്രിയപ്പെട്ടവർ, ഇത് വലിയൊരു ആശംസയൊന്നും വേണ്ട. പവിത്രമായി അതിലെല്ലാം പ്രസക്തിയോടെ പറഞ്ഞു കഴിഞ്ഞു. ഭരണഘടനാ മൂല്യങ്ങളുടെ സംരക്ഷണം റിപ്പബ്ലിക് ദിനത്തിൻ്റെ സന്ദേശങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതായ ഈ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യം സഹകരണത്തെ സംസ്ഥാന വിഷയമായി കാണുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ വ്യവസ്ഥയെ പൊളിച്ചെഴുതിയിട്ടുണ്ട്. അതിനെ കേന്ദ്ര വിഷയമാക്കി മാറ്റി നേരിട്ട് സഹകരണ മേഖലയിൽ ഇടപെടാൻ കഴിയുന്ന നിയമനിർമ്മാണങ്ങളും കാര്യങ്ങളും സമാന്തരമായി മൾട്ടി സ്റ്റേറ്റ് സംഘങ്ങളുടെ എല്ലാ രൂപത്തിലും നടത്തുകയാണ്. അപ്പോൾ കേരളത്തിലെ തനത് സഹകരണ പ്രസ്ഥാനത്തെ കാത്തുസൂക്ഷിക്കുക എന്ന് പറയുന്ന കടമ ഏറെ ശ്രദ്ധേയമായ ഒന്നാണെന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ റിപ്പബ്ലിക് ദിനം. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ശുദ്ധി കാത്തുസൂക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രയാണത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഒരുമിച്ച് മുന്നേറാം എന്ന് മാത്രം ഈ റിപ്പബ്ലിക് ദിനത്തിൽ എല്ലാവരും ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. 75ാമത്